ആ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മളെ വിളിക്കുന്നുണ്ട്. നമസ്കാരം, എന്താണ് ചേട്ടന്റെ പേര്? ജസ്ലിൻ. 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 ഓക്കെ ജസ്ലിൻ, പറയൂ, എവിടെയാണ് വീട് ജസ്ലിൻ? ഞങ്ങൾ തമിഴ്നാടാണ്, നീലഗിരി. ഞങ്ങളെ സ്വന്തക്കാരാണ്. എവിടെയാ അവരുള്ളത്? അവർ ചൂരമല ഉള്ളത്. ചൂരൽമല. എന്താണ് പേര്? സഹലും റസലും. എന്താണ് പേര്? സഹലൻ റസൽ. സഹലും റസലും. ഉച്ചക്ക് ചൂരൽമലിന് ബസ്സിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ ക്യാമ്പിലും പോയി നോക്കി, പക്ഷെ കണ്ടു കിട്ടിയിട്ടില്ല. സഹലും റസലും, അവരുടെ മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ, ഡീറ്റെയിൽസ്? ഉപ്പാന്റെ പേര് സുബൈർ, ഉമ്മാന്റെ പേര് മുബീന. അവര് മലയാളികളല്ലേ? മലയാളികൾ തന്നെയാണ്. സുബൈറും മുബീന. അപ്പൊ സുബൈറും മുബീനയും എവിടെയുണ്ട്? സുബൈർ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. മുബീന നല്ലൊരു ചെറിയൊരു ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആണ്. ഈ മക്കൾ സഹലിനെയും ആണ് കാണാനുള്ളത് അല്ലേ? സഹലിനെ റസലിനെയാണ് കാണാനുള്ളത്. ഓക്കെ, നമ്മൾ അന്വേഷിക്കാം. സഹലും റസലും നമ്മുടെ പ്രതിനിധികളോട്, നമ്മുടെ വാർത്താ സംഘത്തോട് നമുക്ക് ആ വിവരം കൈമാറാവുന്നതാണ്. സഹലിനെയും റസലിനെയും നമ്മുടെ ഹെൽപ്പ് ലൈൻ, നമ്മുടെ വയനാട് ഗ്രൂപ്പിലേക്ക്, റെസ്ക്യൂ ഗ്രൂപ്പിലേക്ക് ഇവരുടെ പേരുകൾ ഇടണം. നമ്മുടെ ഈ പ്രേക്ഷകന് അവരുടെ ഈ രണ്ട് സുഹൃത്തുക്കളെ സഹലിനെയും റസലിനെയും കണ്ടെത്തണം. ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ ഏതെങ്കിലും ക്യാമ്പുകളിലോ ഇങ്ങനെ രണ്ട് പേരുകൾ ഉണ്ടോ എന്നുള്ള വിവരം പ്രേക്ഷകർക്കും അന്വേഷിച്ച് നമുക്ക് നൽകാവുന്നതാണ്. സഹലിനെയും റസലിനെയും കാണാതെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വിളിച്ചത്. സുഹൃത്തെ, പ്രായം ഒന്ന് പറയാമോ, ഇവരുടെ കുട്ടികളുടെ പ്രായം? 14ഉം 7ഉം. കൊച്ചുകുട്ടികളാണ്. 14ഉം 7ഉം വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികളാണ് സഹലും റസലും. അവരുടെ ഉമ്മയും വാപ്പയും വിവിധ ഹോസ്പിറ്റലുകളിലുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. വിഷമിക്കേണ്ട, നമുക്ക് അല്പസമയത്തിനുള്ളിൽ അവരുടെ വിവരം ഞങ്ങൾ ശേഖരിച്ച് നൽകാം. എന്തായാലും വാപ്പയും ഉമ്മയും രക്ഷപ്പെട്ട സ്ഥിതിക്ക് കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ തന്നെ കരുതാം കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പിലുണ്ടാവും, പക്ഷേ അത് പല ക്യാമ്പുകളിലാണ്. ആ ക്യാമ്പുകളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കണം. അത് ഞങ്ങളുടെ വാർത്താ പ്രതിനിധികൾ എടുക്കും. തീർച്ചയായിട്ടും താങ്കളുടെ നമ്പർ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് സൂക്ഷിച്ചു വെക്കും. താങ്കൾ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മൾ വാർത്താ ചാനലിലൂടെയും നമ്മൾ നൽകും. താങ്ക് യു. സഹലും റസലുമാണ് കാണാതായത്. നമ്മളുടെ റെസ്ക്യൂ ടീമിൻ്റെ നമ്പറിൽ ഇവരുടെ പേരൊന്ന് രേഖപ്പെടുത്തണം. നമ്മുടെ വാർത്താ സംഘത്തെ വിവരം അറിയിക്കുകയും വേണം. ഏതെങ്കിലും ക്യാമ്പുകളിൽ സഹലും റസലും ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത സ്ഥലത്തെ ദൃശ്യങ്ങളാണ്. കേബിൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ മുണ്ടകൈ ഭാഗത്ത് നിന്നും ചൂരൽമലയിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാനിയ മനോമിയും അർജുൻ മട്ടന്നൂരും തുടരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. സാനിയ മനോമി, ഇപ്പോൾ അവിടെ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട്. രാത്രിയിലുടനീളം രക്ഷാദൗത്യം ഉണ്ടാകുമോ? രാത്രിയിലുടനീളം രക്ഷാദൗത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. മഴ അരുൺ സൂചിപ്പിച്ചതുപോലെ ചെറുതായി ചാറുന്നുണ്ട്. വലിയ മഴയ്ക്ക് സാധ്യത ഉണ്ടാവില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചെറിയ മഴ ചാർന്നത് പോലും രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായാണ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.